ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മ ഏതെന്നറിയാമോ? അതാണ് കുടുംബശ്രീ. 1998 മെയ് 17-നാണ് കേരളത്തിൽ ഈ കുടുംബശ്രീ നിലവിൽ വന്നത്. എന്നാൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് 1999 ഏപ്രിൽ 1 മുതലാണ്. ഈ പദ്ധതി നിലവിൽ വരുമ്പോഴുള്ള പ്രധാനമന്ത്രിയായിരുന്നു AB വാജ്പേയി. അതുപോലെ തന്നെ 9ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് കുടുംബശ്രീ കേരളത്തിൽ നിലവിൽ വന്നത്. സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവ മുഖ്യ ലക്ഷ്യമാക്കിക്കൊണ്ട് കേരളത്തിൽ അവതരിപ്പിച്ച ഒരു പ്രോജക്റ്റ് കൂടിയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്ന പേരിലാണ് കുടുംബശ്രീ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത് കേന്ദ്ര സർക്കാരിന്റെയും നബാർഡിന്റെയും സഹായത്തോടു കൂടിയാണ് ഈ കുടുംബശ്രീ കേരളത്തിൽ നിലവിൽ വന്നത്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്ന് എന്ന സ്ഥലത്ത് AB വാജ്പേയി ആണ് കുടുംബശ്രീ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്നു EK നയനാർ. കുടുംബശ്രീയുടെ അടിസ്ഥാന യൂണിറ്റാണ് അയൽക്കൂട്ടങ്ങൾ. കൂടാതെ CDS, ADS, അയൽക്കൂട്ടങ്ങൾ തുടങ്ങിയ ഘടകങ്ങളും ഈ കുടുംബശ്രീക്കുണ്ട്. കുടുംബശ്രീയുടെ പുതുതായി രൂപീകരിച്ച സാംസ്കാരിക വിഭാഗമാണ് രംഗശ്രീയും. അതുപോലെ തന്നെ ഇതിന്റെ ഔദ്യോഗിക വെബ് പോർട്ടൽ എന്ന് പറയുന്നത് സ്ത്രീ ശക്തിയുമാണ്. പ്രാദേശിക തലത്തിൽ 10 മുതൽ 20 വരെ വനിതകളെ ഉൾപ്പെടുത്തിയാണ് പ്രാദേശിക തലത്തിൽ അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. ഈ അയൽക്കൂട്ടങ്ങളാണ് പ്രധാനമായിട്ടും കുടുംബശ്രീയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ലീപ് മിഷന്റെ ഭാഗമായി കുടുംബശ്രീയിലൂടെ യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് അതിജീവനം കേരളീയം. കൂടാതെ മികച്ച കുടുംബശ്രീയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ദൂരദർശൻ നടത്തിയ റിയാലിറ്റി ഷോയാണ് ഇനി ഞങ്ങൾ പറയാം. ഇതുപോലുള്ള ഡെയിലി PSC അപ്ഡേറ്റ്സിന് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ.